വെള്ളിയാഴ്ച ആയിട്ട് എന്താ വെയിലല്ലേ? ഹലോ, ഹായ് ഹായ് ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഇന്ന് എന്താ വെയിലെന്നറിയോ? ഒരു ഒന്നൊന്നര വെയിലാണ് കേട്ടോ. എത്ര ഡിഗ്രി സെൽഷ്യസാണെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് അറിയാമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇന്ന് ആരോ ആയിരുന്നു കേട്ടോ. എന്തായാലും ആ വെയിലും കൊണ്ട് ഞാനങ്ങനെ പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ബീഫ് വാങ്ങാൻ പോവുകയാണ്. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ. അപ്പോൾ ഒരു 10 രൂപയുടെ സാധനം വാങ്ങാൻ, ഒരു കല്ലുപ്പ് വാങ്ങാൻ പോലും എന്നെ കൂട്ടിയിട്ടേ എൻ്റെ ഇക്ക പുറത്ത് പോവാറു. അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ. ഞാനാണല്ലേ കേട്ട പാതി ഫർദി ഇട്ടുങ്ങാണ്ട് ഓടും. പിന്നെ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു കൂറ്റമ്പാലത്തിൻ്റെ അടിയിൽ കൂടിയൊക്കെ പോവാണ് കേട്ടോ ഞങ്ങൾ. അപ്പം അങ്ങനെ ബീഫ് കട ഇവിടെ ഒരു ലൈനായിട്ട് ബീഫ് തന്നെയാണ് കേട്ടോ. ഇത് ബീഫ് ഏരിയയാണ് കേട്ടോ. ബീഫ്, ചിക്കൻ അതൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അങ്ങനെ ഞങ്ങൾ കണ്ടോ നല്ല നല്ല കുറക് ഇങ്ങനെ തൂങ്ങി ആടി കളിക്കണ്. അതിൽ നിന്ന് ഞങ്ങൾ ഒരു 1.5 കിലോ വാങ്ങിയിട്ടോ. അതും കൂടി ഞങ്ങൾ ഇങ്ങനെ പോവാണ് കേട്ടോ. പോണ ടൈമിൽ തന്നെ ഇക്കാനോട് പറഞ്ഞു, ഇക്ക ഒരു മഞ്ഞ പുതച്ചൊരു കട കണ്ടു കേട്ടോ. കട കണ്ടപ്പോൾ മൗസി നമുക്ക് അവിൽ മിൽക്ക് കഴിക്കാൻ പറഞ്ഞു. ഇവിടെ അങ്ങനെ എല്ലാ കടയിൽ കൂടിയൊന്നും അവിൽ മിൽക്ക് ഇല്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലത്തെ പോലത്തെ അവിൽ മിൽക്കാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്, അടിപൊളിയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ അതിൽ കയറി ഒരു അവിൽ മിൽക്കുള്ളൂ കേട്ടോ ഓർഡർ ചെയ്ത. മോന് കുറച്ചുള്ളൂ, പകുതിയോളൂ കഴിക്കുക, ഇക്കാണെന്ന് കഴിക്കൂല കേട്ടോ. അപ്പം അങ്ങനെ അതിൽ കയറിയപ്പോൾ ഒരു വൈഫൈ സെറ്റിങ്സിൻ്റെ ഒരു ഫോണൊക്കെ കയ്യിൽ തന്നു, വൈഫൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ഇരുന്നങ്ങാണ്ട് കണക്ട് ചെയ്തങ്ങാണ്ട് അങ്ങനെ ജ്യൂസും കഴിച്ചങ്ങാണ്ട് എൻജോയ് ചെയ്യാനാണ് കേട്ടോ. ചെറിയൊരു ഫോണ് കിട്ടിയിട്ടുണ്ട്. പിന്നില്ലേ ചെറിയൊരു ഫോണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ഫോണ് കിട്ടിയിട്ടുണ്ട് സ്വത്തൂന്. മോസിൽ വന്നത് ചെറിയൊരു ഫോണ് കിട്ടിയിട്ടുണ്ട് അല്ലേ സ്വത്തൂന്? ഫോണറിയോ? അല്ലേ ഒരു ഫോണ് ഫോണാട്ടോ. കണ്ടോ മോബിൽ ഫോണാ. അപ്പൊ ഇത് ചെയ്യും? ഒന്നും ചെയ്യണ്ട. ഓക്കെ ബൈ. അങ്ങനെ ഞങ്ങളൊരു അവിൽ മിൽക്ക് സ്പെഷ്യൽ ഓർഡർ ചെയ്തു. അതിന് ഒന്നിന് 90 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ്. അപ്പോൾ അത് വയറ് നിറച്ച് കഴിക്കാനുണ്ട് കേട്ടോ. ഒരാൾക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റൂല. അപ്പോൾ സ്വത്ത് ഫുള്ള് കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ 2 പേരും. പിന്നെ ഇക്ക പൊതുവേ ഒന്നും കഴിക്കാറില്ല കേട്ടോ. ഇക്കാക്ക് ഞങ്ങളെ കഴിപ്പിക്കാനറിയാം, ഇക്കാക്ക് കഴിക്കാനറിയില്ല. പക്ഷേ ഇപ്പോൾ കഴിക്കാത്തതെന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഷുഗറും കൂടിയല്ല, അപ്പോൾ തീരെയും കഴിക്കൂലായിട്ടില്ലേ മക്കളെ? കേട്ടോ പകുതി ആയപ്പോഴത്തേനും അവനക്ക് മതി. കൂടി ഇല്ല ബീഫാണ് കേട്ടോ ഒന്ന് കിട്ടിയത്. നല്ല എല്ലോട് കൂടി നല്ല ബീഫാണ് കേട്ടോ ഒന്ന് കിട്ടിയത്. ചെറിയ എണ്ണത്തിന് ചെറിയ നല്ല അധികം മൂത്തതല്ലാത്ത നല്ല എന്താണ്ടോ നല്ല ഇറച്ചിയാണ് കേട്ടോ ഒന്ന്. ഇതിൻ്റെ സ്വത്തുന് ഇതിൻ്റെ ഉള്ളിലത്തത് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ എൻ്റെ സ്വത്തുന്. അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ബിരിയാണി വെക്കാൻ വിചാരിച്ചാ ടൈം ഇന്ന് 2 മണിയായിട്ടോ. അപ്പോൾ എല്ലോട് കൂടിയില്ല ഇറച്ചി കൂട്ടിയിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാം കേട്ടോ. സ്വത്തുവാ ഇന്ന് ബിരിയാണി വെക്കാൻ ടൈമില്ല കേട്ടോ. ഞാൻ കുക്കർ ബിരിയാണി വെക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഇറച്ചി കൊണ്ടുവന്നേ. പക്ഷേ ഇന്ന് ഓവർ ടൈമായി പുറത്ത് പോയിട്ട്. ഭയങ്കര എന്താ പറയുക, പുറത്ത് പോയാലില്ല അവസ്ഥ എന്താണെന്ന് വിചാരിച്ചതുണ്ടോ. നല്ല ബീഫ് ബിരിയാണി വെക്കായിരുന്നു അടിച്ച് മാറിയിട്ട്. പക്ഷെ നെയ്ച്ചോറ് വെക്കണു. നീക്ക എന്തെങ്കിലും പറയുന്നു റബ്ബിനറിയാം. ഇതുണ്ടോ ഇതിപ്പോൾ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് പോത്തുകാലാണ്. ഇതുണ്ടോ ഇത് ഭയങ്കര രസം. ഹലോ ഗൈസ്, അപ്പം ഇന്ന് എത്ര ടൈമെന്നറിയോ? 1:30 മണിയായി. ബീഫ് ബിരിയാണി ഞാൻ വെക്കുകയാണ്. അപ്പോൾ ടൈമില്ല. പൊന്നൂസിന് ഞങ്ങൾ പുറത്ത് ഒരു ഉപ്പ് വാങ്ങാൻ ചെയ്യുന്നു, പുറത്തേക്ക് വിളിച്ചിട്ട് പോകും. അതാണ് ഇത്ര ടൈം. ഇല്ലേ ഞാൻ ഇവിടെ വീട്ടിലത് ചെയ്തിട്ടുണ്ടാവും. കണ്ടോ പള്ളിക്കന്ന് കേൾക്കണു. ഞങ്ങളെ ഇവിടുത്തെ പള്ളിക്കന്ന് കേൾക്കണു കണ്ടോ. ഇവിടെ വെള്ളിയാഴ്ച ആയാലും അങ്ങനെയാണ് കേട്ടോ. പള്ളിക്കന്ന് ഭയങ്കര സൗണ്ട് എന്താ വയന്നുണ്ടാവും കേട്ടോ. അത് നാട്ടുകാരും ഫുള്ള് കേൾക്കണം മാതിരിയുള്ള വയത്. നമ്മൾ ബാങ്ക് കൊടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവും, അതേ സൗണ്ടിലുണ്ടാവും കേട്ടോ. അങ്ങനെയാണ് ഇവിടെ. അപ്പം ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. ഇന്ന് ബാബുൽ മസ്ജിദ് പൊളിച്ചൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി കുറേ പോലീസും കാര്യങ്ങളൊക്കെ റോട്ടിൽ കൂടി നിറയുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ ബീഫ് വാങ്ങാൻ പോയപ്പോൾ
കണ്ടു. അപ്പോൾ എന്തിടാ അവിടെ ഇങ്ങനെ പോലീസ് എന്ന് ഇക്കാനോട് ചോദിച്ചപ്പോൾ ഇക്ക പറഞ്ഞു ഇന്ന് ബാബുൽ മസ്ജിദ് പൊളിച്ച ഡേ ആണ്. അപ്പം ഇന്നത്തെ കാര്യം പോക്കാണ് കേട്ടോ. കാരണം ഇത്രയും ടൈമായി ഇനി എപ്പോൾ ചോറുന്നാണ്. അപ്പോൾ ടൈമില്ല കേട്ടോ, ഓട്ടപ്പാച്ചിലാണ്. വെളുത്തുള്ളിയൊക്കെ വലിയ ഉള്ളിയായത് കാരണേ കണ്ടോ, തൊലിക്കാനൊക്കെ ഈസിയാണ്. എന്നാലും ഇതിങ്ങനെ ആയി കിട്ടണ്ടേ, ഇതൊക്കെ പാടങ്ങനെ ആയി കിട്ടണ്ടേ. അതിന് ഒരൊറ്റ കൈ തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ചോറാകുമ്പോൾ സിമ്പിളായിട്ട് പെട്ടെന്ന് വെക്കാമെന്ന് വിചാരിച്ചാൽ ഇവൻ ഒരിക്കലും സമ്മതിക്കണില്ല ബിരിയാണി വേണമെന്ന്. ഇനിയിപ്പോൾ നേരെ വൈകിയ നേരത്തെ അവന് എന്നെ അടങ്ങാറാക്കാൻ വരുന്നൊക്കെ ഉണ്ട്. എന്നാലും അപ്പം തട്ടിക്കൂട്ടൽ ബിരിയാണി, നമുക്ക് കുക്കർ ബിരിയാണി. തട്ടിക്കൂട്ട് തന്നെ കേട്ടോ. തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. പൊന്നൂസേ നെയ്ച്ചോറ് ഉണ്ടാക്കട്ടെ പറഞ്ഞാൽ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ സമ്മതിക്കണില്ല. പൊന്നൂസേ എടുത്തിട്ട് വാ. ഇന്നിപ്പോൾ ബിരിയാണി കുക്കർ ബിരിയാണി ആയത് കാരണം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവനക്ക് കഴിക്കാൻ അതിൻ്റെ നെയ്യിൻ്റെ പീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൊടുത്തിട്ട് അത് കഴിക്കാൻ കേട്ടോ. അവന് കുറുമ്പനാണ്. ഓരോന്നിങ്ങനെ കൊടുത്ത്, ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓരോന്നിങ്ങനെ കഴിച്ചിട്ട് വെക്കും ചെയ്യും കഴിക്കും ചെയ്യും. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ. അപ്പോൾ വെള്ളിയാഴ്ച ഇത്രയും ടൈമായിട്ടോ ഇന്ന് കൊണ്ടുട്ടോ. ഇന്ന് റൈസ് വേറെയാണ് കണ്ടോ, ജീരകശാല റൈസാണ്. അത് കാരണം കുക്കറിൽ കൊണ്ടുട്ടോ. അതാണ് അതിൻ്റെ ഒരു മാറ്റം വന്നിക്കണേ കേട്ടോ. അപ്പോൾ അതും ബീഫാണ് കേട്ടോ. അപ്പോൾ ഒന്ന് വെള്ളിയാഴ്ച ദിവസം സ്പെഷ്യൽ ഇതാണ് കേട്ടോ. നമുക്കിതിനെ വിസിലടിപ്പിക്കാൻ വെക്കാം കേട്ടോ. അത് വിസിലടിച്ചിട്ട് വേണം. ഈ സ്വത്തൂനും കൂടി 2 മണിയായിട്ട് ഫുഡ് എടുത്തിട്ടില്ല. ഫോൻ എന്താ കഴിച്ചേ? കടയിൽ പോയിട്ട് എന്താ കഴിച്ചേ? ഇതാട്ടോ സെറ്റായി വന്നിക്കണു. അപ്പം നമുക്ക് ചെമ്പട്ടിയിലോട്ട് കൊട്ടുക. ബീഫ് വെക്കാനുണ്ട്. അപ്പോൾ കുക്കറാണെന്ന് ഒരു കുക്കറുള്ളൂ. അപ്പോൾ അത് കാരണം അത് ഇതിലോട്ട് മാറ്റിയിട്ട് നമുക്ക് ഇതാക്കാം. അങ്ങനെ ബിരിയാണി സെറ്റ് കേട്ടോ. അടിപൊളി ബിരിയാണി. ഞാൻ ഈ ബീഫും കൂടി വെക്കട്ടെ കേട്ടോ. ഈ ബീഫ് കുക്കറിലാണ് വെക്കേണ്ടത്. അപ്പം അത് കാരണമാണ് കുക്കർ വെച്ചത് കേട്ടോ. ബീഫ് ഞാൻ അടുപ്പത്ത് വിസിലടിക്കാൻ വെക്കട്ടെ കേട്ടോ. സ്വത്തൂന് അപ്പോഴത്തേക്കും ചോറ് ഫുഡ് കൊടുക്കട്ടെ. അങ്ങനെ സ്വത്തൂന് ഫുഡൊക്കെ കൊടുത്ത് സ്വത്ത് ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം ഞാൻ ഫുഡും കൊണ്ട് വന്നിക്കാണ് കേട്ടോ. അപ്പോൾ ടൈം കണ്ടോ, 3:15 അപ്പം അങ്ങനെ റോഡും നോക്കി ഞാനങ്ങനെ ഫുഡ് കഴിക്കണം. അപ്പോൾ ഒരുപാട് സൗണ്ടാണ് കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ വാതിലും ജനലൊക്കെ അടച്ചിട്ട് വേണം. പക്ഷേ ഇവിടെ ഇക്കുള്ള കാരണം ഞാൻ വാതിൽ ജനലൊന്നും അടച്ചിട്ടില്ല. അപ്പോൾ പുറത്തെ സൗണ്ട് ഇങ്ങനെ ഭൂകമ്പം വരുന്ന മാതിരിയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചെവിയുടെ പവറിൻ്റെ ഒരു അവസ്ഥ നോക്കിയേക്കാണ്. ഇത്രയും സൗണ്ട് ഞാൻ 24 മണിക്കൂറും കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോഡ് സൈഡിൽ ഇവിടെ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിച്ച് പൊളിച്ച് ബിരിയാണി അല്ലേ. അങ്ങനെ സൗണ്ട് കേട്ടാൽ കോപ്പിറൈറ്റ് ആവുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെ കാറിലത്തെ ഒരു പാട്ടിൻ്റെ സൗണ്ട് കേട്ടിട്ട് കോപ്പിറൈറ്റ് ആയിപ്പോയി എൻ്റെ ഒരു വീഡിയോ ആദ്യം. അപ്പോൾ അത് കാരണമാണ് എനിക്ക് ഇത്ര പേടി കേട്ടോ. അപ്പോൾ കോപ്പിറൈറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്തതിൻ്റെ നെറ്റും പോവും. പിന്നെ നമുക്ക് നെറ്റ് വൈഫൈ അല്ലല്ലോ, നമ്മളെ നെറ്റല്ലേ. അപ്പോൾ അതൊക്കെ കാരണമാണ് കേട്ടോ ഇങ്ങനെ ഞാൻ വോയിസ് കൊടുക്കണേ. അങ്ങനെ വെള്ളിയാഴ്ച എന്ന് പറയുന്ന ഒരു പ്രത്യേക ദിവസമാണ് അല്ലേ. നമുക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. അപ്പം അങ്ങനെ പള്ളിക്കൊക്കെ പോയി സിയാറത്തൊക്കെ ചെയ്ത് നിസ്കരിച്ചൊക്കെ വരും. പക്ഷേ ഇവിടെ എങ്ങനെയെന്ന് പറയുന്നത് സിയാറത്തൊന്നും ഇല്ല കേട്ടോ. ഇവിടെ വെറും പള്ളിക്ക് പോവുക, നിസ്കരിക്കുക, ദ്വയർക്കുക, അവിടെ ഇങ്ങോട്ട് പോരുക.
ഇവിടെ അങ്ങനെ സിയാർത്ത് ഖബർസ്ഥാനിൽ പോയിട്ട് സിയാർത്ത് ചെയ്യലൊന്നുമില്ല കേട്ടോ. അത് നാട്ടിൽ അങ്ങനെയാണ്, ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഒരുപാട് ഡിഫറൻസ് ഉണ്ടിട്ടില്ലേ? അപ്പോൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഓരോരോ വീഡിയോയിലും ആ ഡിഫറൻസുകളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ പറയാട്ടില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആണ്, വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് പറയാനാണെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് കേട്ടോ, പറഞ്ഞാൽ തീരൂല, അത്രക്കും ഉണ്ട് കേട്ടോ വ്യത്യാസങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാൻ ഫുഡ് കഴിച്ചു. സ്വത്തും അവരും ഒരുമിച്ച് ഫുഡ് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ വാപ്പി മോനും അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്, അവിടെ അങ്ങനെ ഫോണിൽ കളിക്കുന്നുണ്ട്. ഫോണിൻ്റെ സൗണ്ട് ഓവറാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോസ് എടുക്കുമ്പോഴാണെന്ന് വെച്ചാൽ എൻ്റെ മോൻ എന്നെ ഓരോന്ന് കാട്ടിയിട്ടേ ഇരിക്കും കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അവനക്ക് ഭയങ്കര ദേഷ്യം വാശിയൊക്കെയാണ് കേട്ടോ, ഒരുപാട് വാശിയാണ്. അവന് വിചാരിക്കണമൊക്കെ ചെയ്തു കൊടുക്കണം. പിന്നെ കുറുമ്പനാണ് കേട്ടോ, ഭയങ്കര കുറുമ്പനാണ്. മൂന്നാമതായതുകൊണ്ട് അതെന്താണെന്നറിയില്ല, കുറുമ്പ് ജാസ്തിയാണ് കേട്ടോ എൻ്റെ മോനിക്ക്. അവന് വിചാരിച്ചത് ഏത് വേണമെങ്കിലും നടക്കും. എൻ്റെ മറ്റുള്ള 2 കുട്ടികൾ അങ്ങനെ വാശിയൊന്നും കാണിച്ചിട്ടില്ല, ഇവനക്ക് ഭയങ്കര വാശിയാണ് കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണം. ഞാൻ റോഡ് നോക്കിയിട്ടാണ് കേട്ടോ, റോഡ് നോക്കിയിട്ടാണ് ഫുഡ് കഴിക്കണേ. ഇവിടുന്ന് നോക്കിയാൽ അങ്ങനെ റോഡാണ് കേട്ടോ. റോഡും വീടുമായിട്ട് ഒരു 2 സ്റ്റെപ്പിൻ്റെ വ്യത്യാസമുള്ളൂ കേട്ടോ. ഹൈവേ റോഡാണ് ഇതൊക്കെ. ഇനി എപ്പോഴാന്നാവോ റോഡ് വലുതാക്കുക, അപ്പോൾ എപ്പോഴാന്നാവോ അറിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ടാറ്റാ, ബൈ ബൈ, സീ യു.